നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 2 ലെയർ പുഡിംഗ് തയ്യാറാക്കിയാലോ. ഓറഞ്ചും പാലും വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുഡിങ്ങിന് വേണ്ടിയിട്ട് 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ പാല്, മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, കുറച്ച് കോൺഫ്ലോർ. ആദ്യം നമുക്ക് പാല് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാല് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പാലൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് കലക്കിയെടുത്തിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ചൂടോട് കൂടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൊത്തൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുന്ന സമയത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന ഓറഞ്ചിൻ്റെ പുളിക്കും മധുരത്തിനും അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ കലക്കിയെടുത്തിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഞാൻ എന്താ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയറായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ നല്ല രുചികരമായിട്ടുള്ള ഓറഞ്ച് മിൽക്ക് പുഡിംഗ് റെഡി.